ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അത് ഇനി തുടർന്ന് ചോദിക്കാൻ ചാൻസുമുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏത്? ഓപ്ഷൻസ് 1905, 1906, 1885, 1886. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആൻസർ ഓപ്ഷൻ സി ആണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885. അടുത്തത്, ഏത് സമരത്തിൽ പങ്കെടുത്താണ് ഗാന്ധിജി ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്? ഏത് സമരത്തിൽ പങ്കെടുത്താണ് ഗാന്ധിജി ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻസ് ഗേദ സത്യാഗ്രഹം, ചമ്പാരൻ സമരം, അഹമ്മദാബാദ് മിൽ സമരം, ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി, ചമ്പാരൻ സമരം. ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത് ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻസ് 4-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി, 2-ാം പഞ്ചവത്സര പദ്ധതി. 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. അടുത്തത്, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഓപ്ഷൻസ് 1950 ജനുവരി 26, 1930 ജനുവരി 26, 1949 നവംബർ 26, 1931 ജനുവരി 6. ആൻസർ ഓപ്ഷൻ ബി, 1930 ജനുവരി 26. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത് 1930 ജനുവരി 26-നാണ്. അടുത്തത്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജയന്തി എന്നാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജയന്തി. ഓപ്ഷൻസ് ഒക്ടോബർ 2, ഒക്ടോബർ 14, ഒക്ടോബർ 21, ഒക്ടോബർ 25. ആൻസർ ഓപ്ഷൻ എ, ഒക്ടോബർ 2. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. അടുത്തത്, ഏഷ്യൻ ഗെയിംസ് ഗോൾഫ് ചരിത്രത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതയാര്? ഏഷ്യൻ ഗെയിംസ് ഗോൾഫ് ചരിത്രത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിത. ഓപ്ഷൻസ് ജ്യോതിയ രാജി, അദിതി അശോക്, രാജേശ്വരി കുമാരി, പ്രീതി രജക്. ആൻസർ ഓപ്ഷൻ ബി, അദിതി അശോക്. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫ് ചരിത്രത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് അദിതി അശോക്. അടുത്തത്, ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏത്? ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ്. ഓപ്ഷൻസ് വിക്രം എസ്, വിക്രം എൻ, വിക്രം എൽ, വിക്രം ഡി. ആൻസർ ഓപ്ഷൻ എ, വിക്രം എസ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ്. അടുത്തത്, ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ് ആര്? ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ്. ഓപ്ഷൻസ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ആൻസർ ഓപ്ഷൻ ബി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻസ് മീററ്റ്, ചെന്നൈ, ഹൈദരാബാദ്, സൂറത്ത്. ആൻസർ ഓപ്ഷൻ ഡി, സൂറത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സ്ഥാപിതമായത് സൂറത്തിലാണ്. അടുത്തത്, ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് എവിടെ? ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് ശ്രീഹരിക്കോട്ട, ന്യൂമൂർ ദ്വീപ്, അബ്ദുൽ കലാം ദ്വീപ്, കരാങ്. ആൻസർ ഓപ്ഷൻ സി, അബ്ദുൽ കലാം ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് അബ്ദുൽ കലാം ദ്വീപാണ്. അടുത്തത്, ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് ഗുജറാത്ത്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ഡി, തമിഴ്നാട്. ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്ന് സ്വാമി വിവേകാനന്ദൻ അറിയപ്പെടുന്നു.
ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ബംഗാളി അച്ചടി വിദ്യ നവീകരിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അടുത്തത് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1825 ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. അത് മാത്രമാണ് ശരിയായത്, ബാക്കിയെല്ലാം തെറ്റായതാണ്. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ഗാന്ധിജി. ആൻസർ ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ്: ഗാന്ധിജി, നെഹ്റു, അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ. ആൻസർ ഓപ്ഷൻ ഡി, ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അടുത്തത് INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായത് ആര്? INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായത് ഓപ്ഷൻസ്: രാജേന്ദ്ര പ്രസാദ്, പട്ടാഭി സീതാരാമയ്യ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ആര്? വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ഓപ്ഷൻസ്: സരോജിനി നായിഡു, മാഡം ഭിക്കാജി ഗാമ, രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്. ആൻസർ ഓപ്ഷൻ ബി, മാഡം ഭിക്കാജി ഗാമ. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് മാഡം ഭിക്കാജി ഗാമ. അടുത്തത് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം ഏത്? ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം ഓപ്ഷൻസ്: 1901, 1925, 1920, 1924. ആൻസർ ഓപ്ഷൻ ഡി, 1924. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷമാണ് 1924. അടുത്തത് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻസ്: വേവൽ പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, കാനിങ് പ്രഭു, ലിൻലിത്ഗോ പ്രഭു. ആൻസർ ഓപ്ഷൻ ബി, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്തത് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഏത്? പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഓപ്ഷൻസ്: 1973, 1972, 1970, 1992. ആൻസർ ഓപ്ഷൻ എ, 1973. പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷമാണ് 1973. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഓപ്ഷൻസ്: 2009 ഓഗസ്റ്റ് 26, 2010 ഏപ്രിൽ 1, 2003 ഓഗസ്റ്റ് 15, 2008 ഏപ്രിൽ 30. ആൻസർ ഓപ്ഷൻ എ, 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PSCയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. നിങ്ങളത് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റുന്നതാണ്, എത്രണ്ണം അറിയാമെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.